6. So much depends on reputation. Guard it with your life. എല്ലാവരെയും എല്ലാ കാലവും കബളിപ്പിച്ച് കൂടെ നിർത്താനാവില്ല. പകരം വിശ്വാസ്യത നേടിയെടുക്കലാണ് നിലനിൽപ്പ്. എന്നാൽ ഈ വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടുക സ്വാഭാവികം. ആ കോട്ടങ്ങളെയും നേട്ടങ്ങളാക്കി മാറ്റാൻ സാധിച്ചാൽ ആ വിജയം നമുക്ക് സ്വന്തം. ഒപ്പം നമ്മിലുള്ള വിശ്വാസ്യതയിലെ വീഴ്ച മറ്റുള്ളവർ ഉപയോഗപ്പെടുത്താതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഏതു മാർഗത്തിലൂടെയും സ്വന്തം ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള പ്രവണത എല്ലാവരിലുമുണ്ട്. അതിനാൽ അതാതു കാലങ്ങളിൽ ലഭിക്കുന്ന സാഹചര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടവ തന്നെ. നമ്മുടെ വിശ്വസ്തതയാണ് നമ്മുടെ യഥാർത്ഥ മൂലധനം. വിശ്വസ്തത നിലനിർത്തുവാൻ എപ്പോഴും ശ്രദ്ധിക്കണം. പല ബ്രാൻഡുകളും നിലനിൽക്കുന്നത് അവരുടെ വിശ്വസ്തത കൊണ്ടാണ്. ഒരു തുണിക്കടയിൽ നമ്മൾ പോയാൽ ബ്രാൻഡ് നെയിമുള്ള വസ്ത്രങ്ങൾ തന്നെ സെലക്ട് ചെയ്യുവാൻ ഭൂരിപക്ഷം ആളുകളും ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ഓരോ ബ്രാൻഡിനും അവർ വർഷങ്ങളായി നിലനിർത്തിപ്പോരുന്ന ഒരു വിശ്വസ്തതയുണ്ട്. നമ്മളും ഒരു ബ്രാൻഡായി തീരുവാൻ പരിശ്രമിക്കുക. ബ്രാൻഡിന്റെ വിശ്വസ്തത നിലനിർത്തുവാനും പരിശ്രമിക്കുക. ജീവിതത്തിൽ ചില മൂല്യങ്ങൾക്ക് അവ അർഹിക്കുന്ന സ്ഥാനം നൽകിയില്ലെങ്കിൽ നമ്മുടെ ജീവിതം ചിതല് പിടിച്ച തടി പോലെ പാഴായിത്തീരും. വിശ്വസ്തതയും ധർമ്മബോധവും ഏറ്റവും പ്രാധാന്യം നൽകേണ്ട കാര്യങ്ങളാണ്. നമുക്കും അന്യർക്കും ഗുണകരമായ രീതിയിൽ സമൂഹവുമായി ബന്ധപ്പെടാൻ ധർമ്മബോധം കൂടിയേ തീരൂ. മനുഷ്യൻ അവന്റെ ജീവിതയാത്രയെ